friends, welcome back to our channel Kusrithi Vikrithi. അധ്യാപകർക്ക് ടീച്ച്മെന്റ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ കയറി ടീച്ച്മെന്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. OTP നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടീച്ചർ ഓർ സ്റ്റുഡൻറ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ടീച്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനു താഴെ നെയിം എന്നുള്ളിടത്ത് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യുക. എല്ലാം ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാവും വരിക. അവിടെ ക്ലാസ് റൂമിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് സബ്ജക്റ്റിൻ്റെ ക്ലാസ് റൂം ആണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നിലധികം സബ്ജക്റ്റുകൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സസിന് വേണ്ടിയാണോ, സ്കൂൾ ക്ലാസ്സസിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റ് ഹോബികൾ പഠിപ്പിക്കുവാനാണോ നമ്മൾ ടീച്ച്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്നതിൽ സ്കൂൾ ക്ലാസ്സസിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ ക്ലാസ് റൂം ID കുട്ടികളുമായി പങ്കുവയ്ക്കുക. ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായി ആഡ് ടൈം ടേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏതു ദിവസമാണ് ക്ലാസ് വെക്കേണ്ടതെന്ന് ചൂസ് ചെയ്തതിനു ശേഷം ടൈം സെറ്റ് ചെയ്യുക. എല്ലാം ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൈം ടേബിളിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എൻറോൾ റിക്വസ്റ്റ് അയച്ച കുട്ടികളെ കാണാവുന്നതാണ്. കുട്ടികളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ്സിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് അവരെ റിമൂവ് ചെയ്യുവാനും പേഴ്സണലായിട്ട് വിളിക്കുവാനും കഴിയുന്നതാണ്. ക്ലാസ് എടുക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാവും ആ ക്ലാസ്സുകൾ കാണാൻ സാധിക്കുക. അടുത്തത് ടെസ്റ്റ് എന്ന ഓപ്ഷനാണ്. ക്രിയേറ്റ് ടെസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇതിലൂടെ നടത്താവുന്നതാണ്. അടുത്തത് ചാറ്റ് എന്ന ഓപ്ഷനാണ്. വാട്സാപ്പിലേതുപോലെ തന്നെയാണ് ഇതും. ഇതിലൂടെ കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ക്ലാസ് റൂം ചാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. വീണ്ടും സെറ്റിംഗ്സിൽ പോയി എനേബിൾ ടീച്ചർ ഓൺലി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് മാത്രം ചാറ്റ് ചെയ്യാനാവുന്നതാണ്. അടുത്തത് നോട്ടീസ് ബോർഡാണ്. ആഡ് നോട്ടീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്കായി അറിയിപ്പുകൾ വല്ലതുമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അടുത്തത് അസൈൻമെൻറ്റ്സ് എന്ന ഓപ്ഷനാണ്. ക്രിയേറ്റ് അസൈൻമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് അസൈൻമെൻറ്റ്സ് നൽകാവുന്നതാണ്. അടുത്തത് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന ഓപ്ഷനാണ്. ഇതിലൂടെ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് 3ആയി തിരിച്ചിട്ടുണ്ട്: ഡോക്യുമെൻറ്റ്സ്, ഇമേജസ്, യൂട്യൂബ് വീഡിയോസ്. ഡോക്യുമെൻറ്റ്സ് എന്നാൽ PDF ഫയൽസ് ആണ്. PDF ഫയൽസ് ആക്കിയാണ് കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നതെങ്കിൽ ആഡ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഇമേജസ് എന്ന ഓപ്ഷനാണ്. ഫോട്ടോസ് ആയിട്ടാണ് കുട്ടികൾക്ക് ഹോംവർക്കുകൾ കൊടുക്കുന്നതെങ്കിൽ ആഡ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം യൂട്യൂബ് വീഡിയോസ് എന്ന ഓപ്ഷനാണ്. യൂട്യൂബ് വീഡിയോസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആഡ് യൂട്യൂബ് വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയും ക്ലാസ് റൂമുകൾ ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ പേരും സബ്ജക്റ്റും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ് റൂം കൂടി വരുന്നതായിരിക്കും. അടുത്തതായി ഗോ ലൈവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ്സിൽ പ്രവേശിക്കുക. അപ്പോൾ റെക്കോർഡിംഗ് ഓഫ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് റെക്കോർഡ് ആവുന്നതാണ്. അടുത്തതായി വീഡിയോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഓഫ് ആവുന്നതാണ്. ഒന്നും കൂടി അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഓൺ ആവുന്നതുമാണ്. അടുത്തതായി മൈക്രോഫോൺ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ മൈക്ക് ഓഫ് ആവുന്നതാണ്. ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാം ചെയ്തതിനു ശേഷം ഗോ ലൈവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലൈവിൽ പ്രവേശിക്കുക. ലൈവിൽ പ്രവേശിച്ച ശേഷം ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷെയർ സ്ക്രീൻ, ഷെയർ ഫോട്ടോ, ഷെയർ PDF, ഷെയർ വൈറ്റ് ബോർഡ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ ഷെയർ സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മീറ്റിലേതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസ് കുട്ടികളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ PDF എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ PDFകൾ കുട്ടികളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ വൈറ്റ് ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു വൈറ്റ് ബോർഡ് ആവും വരിക. വൈറ്റ് ബോർഡിൽ പെൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ്. ഇറേസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എഴുതിയ കാര്യങ്ങൾ നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എഴുതുന്നതിന് പകരം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. റൈറ്റ് സൈഡിലായി നമുക്കൊരു ആരോ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഷീറ്റിലേക്ക് പോകാവുന്നതാണ്. താഴെ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരുന്നതാണ്. അതിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഷീറ്റ് സേവ് ചെയ്യാവുന്നതാണ്. ലൈൻ വിഡ്ത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഴുതുന്നതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കളേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫോണ്ട് കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഷേപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഷേപ്സ് ആവും വരിക. ഷേപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ലൈൻസ് വരക്കാവുന്നതാണ്. റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ റെക്റ്റാങ്കിൾസ് വരക്കാവുന്നതാണ്. സർക്കിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ സർക്കിൾസും വരക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി എലിപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എലിപ്സും വരക്കാവുന്നതാണ്. മാത്സ് ക്ലാസ്സുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാം ചെയ്തതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന എക്സിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വൈറ്റ് ബോർഡ് ഷെയറിംഗ് നിൽക്കുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈവ് ക്ലാസ് സെറ്റിംഗ്സ് ആവും വരിക. അതിൽ ക്ലാസ് റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ ഇപ്പോൾ ഓൺ ആണ്. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവുന്നതാണ്. പിന്നെ അലോ സ്റ്റുഡൻസ് ടു സ്പീക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓഫാകും. അപ്പോൾ കുട്ടികൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാവുന്നതാണ്. അലോ സ്റ്റുഡൻസ് ടു ചാറ്റ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്താൽ കുട്ടികൾക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാനാവുന്നതല്ല. അലോ സ്റ്റുഡൻസ് വീഡിയോ എന്ന ഓപ്ഷൻ ഓഫ് ചെയ്താൽ കുട്ടികൾക്ക് അവരുടെ വീഡിയോ ഓൺ ചെയ്യാനും സാധിക്കുന്നതല്ല. എന്നിട്ട് തിരികെ ലൈവ് ക്ലാസ്സിൽ വന്നതിനു ശേഷം ചാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ചാറ്റ് ബോക്സ് ഓപ്പൺ ആവുന്നതാണ്.
സെറ്റിംഗ്സിൽ അലോ സ്റ്റുഡൻസ് ടു ചാറ്റ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് ഇതിൽ ചാറ്റ് ചെയ്യാനാവുന്നതല്ല. ടീച്ചറിന് മാത്രമേ ഇതിൽ ചാറ്റ് ചെയ്യാനാവുകയുള്ളൂ. ക്ലാസ് കഴിഞ്ഞതിനു ശേഷം മുകളിൽ കാണുന്ന എക്സിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു 2 ഓപ്ഷൻസ് കൂടി കാണാവുന്നതാണ്. അതിൽ ലീവ് ക്ലാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ടീച്ചർ മാത്രമേ ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ആവുകയുള്ളൂ. കുട്ടികൾക്കെല്ലാം തുടർന്ന് ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാവുന്നതാണ്. എൻഡ് ക്ലാസ് ഫോർ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ്. ക്ലാസ് റെക്കോർഡ് ചെയ്തതിനാൽ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് റെക്കോർഡിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്ലാസ് റെക്കോർഡിങ്ങിൻ്റെ സൈഡിലായി ഒരു എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സിൻ്റെ പേര് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ടീച്ചറുടെ പേരും പ്രൊഫൈലുമെല്ലാം സേവ് ചെയ്തിരുന്നു. അതിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ താഴെ കാണുന്ന അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് പ്രൊഫൈൽ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ആഡ് കവർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കവർ ഫോട്ടോയും ആഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.